മേലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. വേദിയിലുള്ള ആദരണീയനായ കോട്ടക്കൽ ആയുർവേദശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ സർ, വൈദ്യപൂർണിമ സംഘാടക സമിതിയുടെ ചെയർമാൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ രജിസ്ട്രാർ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ സർ, ഇവിടെ വൈദ്യപൂർണിമയുടെ ഭാഗമായി നടക്കുന്ന ആയുർവേദ ഗുരു സംഗമവും ഗുരുവന്ദനവും എന്ന പരിപാടിയിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആയുർവേദത്തിലെ ആചാര്യശ്രേഷ്ഠരായിട്ടുള്ള വൈദ്യന്മാർ സർവശ്രീ ഡോക്ടർ വിജയൻ നങ്ങേൽ അവർകൾ, ഡോക്ടർ M ശ്രീകൃഷ്ണൻ അവർകൾ, ഡോക്ടർ C സുരേഷ് കുമാർ അവർകൾ, ഡോക്ടർ KV രാജഗോപാൽ അവർകൾ, ഡോക്ടർ PK സുദർശൻ നായർ സാർ, ഡോക്ടർ PMS രവീന്ദ്രനാഥ് സാർ, ഡോക്ടർ ശശികുമാർ നെച്ചിയിൽ സാർ, ഡോക്ടർ NV ശ്രീവത് സാർ, ഡോക്ടർ ദേവൻ നമ്പൂതിരി, ഡോക്ടർ TS കൃഷ്ണകുമാർ സാർ, ഡോക്ടർ AB ശശിധരൻ നായർ സാർ, ഡോക്ടർ AR രാംദാസ് സാർ, ഡോക്ടർ രാംനാഥ് സാർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠമോസ്, അദ്ദേഹത്തിന് ചില അനിവാര്യമായിട്ടുള്ള ചില ആരോഗ്യ വിഷയങ്ങൾ വന്നതുകൊണ്ട് എത്താൻ കഴിയില്ല എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഈ ആയുർവേദ ഡോക്ടർമാർ, ആയുർവേദ ഈ ഗുരുപരമ്പരയിലെ ശിഷ്യന്മാർ, അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആയുർവേദ ഗുരു സംഗമവും ഗുരു വന്ദനവും എന്ന ഒരു പരിപാടി വൈദ്യപൂർണിമയുടെ ഭാഗമായി എന്തുകൊണ്ട് വന്നു എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. ഇത് വൈദ്യരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? ഇത് യഥാർത്ഥത്തിൽ ഗുരു ശിഷ്യ പരമ്പരകൾ ഇന്നും ഇന്ത്യയിൽ വളരെ തുടർച്ചയായി പോകുന്നു എന്ന് സാധാരണ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ വൈദ്യപൂർണിമ സംഘാടക സമിതി പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത് ആയുർവേദത്തെ ഏറ്റവും ജനകീയമായി നിലനിർത്തുന്നതിൽ ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ ഇതോടുകൂടി ചേർത്ത് നിർത്തുന്ന പല പരിപാടികളും നേരത്തെ ഡോക്ടർ കൗസ്തുഭ് ഉപാധ്യായ സാറിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഇവിടുത്തെ കുടുംബശ്രീ യൂണിറ്റിനെ എങ്ങനെ ചേർത്ത് നിർത്തിയെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ വിവിധ മേഖലകളിലുള്ള സാധാരണ ജനങ്ങളെ ആയുർവേദവുമായി ചേർത്ത് നിർത്തുമ്പോൾ ഇങ്ങനെ ഒരു ഗുരുശിഷ്യ പരമ്പര നമ്മുടെ സർക്കാരുകളുടെ അംഗീകാരത്തോടു കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നും ആ പദ്ധതി വഴി കൂടുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയും കേരളത്തിലുള്ള അതിവിപുലമായ വൈദ്യശ്രേണിയെ നമ്മുടെ നാട്ടിന് ഉത്തര മലബാറിന് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഈ സംഘാടക സമിതി ആലോചിച്ചിട്ടുള്ളത്. കാരണം ഇവിടെയുള്ള ശ്രേഷ്ഠ വൈദ്യന്മാർ, അപൂർവ വൈദ്യന്മാർ, അവർ ആയുർവേദത്തിലെ വിവിധ സ്പെഷ്യാലിറ്റികളിൽ അതിനിപുണരായിട്ടുള്ള ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട വൈദ്യന്മാരാണ്. നാഷണൽ ആയുർവേദ അക്കാഡമി, രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം എന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഓട്ടോണോമസ് ബോഡിയുണ്ട് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ. അതിലെ അംഗീകൃതരായിട്ടുള്ള ഗുരുക്കന്മാരാണ് ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ആയുർവേദത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള പോലെ തന്നെ നിരവധി സ്പെഷ്യാലിറ്റികളുണ്ട്. 8 സ്പെഷ്യാലിറ്റികൾ ആദ്യം തന്നെ അഷ്ടാംഗങ്ങളായിട്ടുള്ള ആയുർവേദം എന്ന് പറയുന്നതോടൊപ്പം തന്നെ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റികൾ, നേത്ര ചികിത്സയിലെ വിദഗ്ധർ, മർമ്മ ചികിത്സയിലെ വിദഗ്ധർ, അസ്ഥിസന്ധി ചികിത്സയിലെ വിദഗ്ധർ, ആയുർവേദ രസശാസ്ത്രത്തിലെ വിദഗ്ധർ, ആയുർവേദ മരുന്ന് നിർമ്മാണ മേഖല വൈഷജ്യശാസ്ത്രത്തിലെ വിദഗ്ധർ, കായ ചികിത്സയിലെ വിദഗ്ധർ, പഞ്ചകർമ്മത്തിലെ വിദഗ്ധർ, സ്ത്രീരോഗ പ്രസൂതി തന്ത്രത്തിലെ വിദഗ്ധർ, ഇവരൊക്കെയാണ് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇവരൊക്കെ അതിൽ അതിനിപുണരായിട്ടുള്ള, അതിൽ നിന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റികളിലേക്ക് കടന്നാൽ അവിടെ ആയുർവേദ സ്പോർട്സ് മെഡിസിന് വേണ്ടി സ്പോർട്സ് മെഡിസിനെ പരിചയപ്പെടുത്തുകയും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഗുരുക്കന്മാരായിട്ടുള്ള സുരേഷ് സാറ്, അതുപോലെ ശ്രീവത് സാറ്, വിജയൻ സാറൊക്കെ, ഇവരൊക്കെ പുതിയ ഈ രംഗത്ത് നടക്കുന്ന ഗവേഷണങ്ങളിലും ഈ രംഗത്ത് നടക്കുന്ന പരമ്പരാഗത അറിവുകളെ സംരക്ഷിച്ച് പുതിയ തലമുറക്ക് നൽകുന്ന സംഭാവനയ്ക്ക് ഈ നാടിൻ്റെ പൗരാവലി നൽകുന്ന ഒരു ആദരമായിട്ടാണ് ഈ ഗുരുവന്ദനം പരിപാടി നടക്കുന്നത്. കാരണം ഇതിലെ പരിപാടികൾ കേവലം ഒരു പ്രോഗ്രാമായി മാത്രം നടന്നു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല, വളരെ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് സംഘാടക സമിതി. കാരണം അതിൽ വിദഗ്ധരായിട്ടുള്ള
രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ഈ സംഘാടക സമിതിയെ നയിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ആയുർവേദത്തിൻ്റെ സർവ്വതോന്മുഖമായ അടുത്ത വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമുകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കണം എന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ ആഘോഷ പരിപാടികൾക്ക് മുഴുവനായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രേഷ്ഠരായിട്ടുള്ള ഈ അപൂർവ വൈദ്യന്മാരെ ഞാൻ ആദ്യമായി നമസ്കരിക്കുകയാണ്. കാരണം ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള കോട്ടക്കൽ ആയുർവേദശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ PM വാര്യർ സാറാണ്. കോട്ടക്കൽ ആയുർവേദശാല ട്രസ്റ്റും ഇടൂഴിയില്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും ഒരു 8 വർഷം മുമ്പ് പാരമ്പര്യ നേത്ര ചികിത്സയുടെ ഒരു വികസനത്തിന് വേണ്ടി ഒരു ധാരണാപത്രം ഒപ്പുവെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടക്കൽ ആയുർവേദശാലയിലുള്ള നേത്ര ചികിത്സ പദ്ധതികൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ആദരണീയനായിട്ടുള്ള യശശരീരനായിട്ടുള്ള ഡോക്ടർ പത്മഭൂഷൺ PK വാര്യർ സാറും അന്ന് അച്ഛനും ഒരു ഉടമ്പടി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിന് പൂർണ്ണമായും ചുക്കാൻ പിടിച്ചത് PM വാര്യർ സാറും അതുപോലെ തന്നെ ട്രസ്റ്റി മെമ്പറായിട്ടുള്ള ഡോക്ടർ മുരളീധരൻ സാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതിന്നും വളരെ വിപുലമായി നമുക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുകയാണ്. പിതൃതുല്യമായ വാത്സല്യത്തോടെ എപ്പോഴും ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന PM വാര്യർ സാർ, അതുമാത്രമല്ല ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ കേരളത്തിലെ 2 ബെഡ് മുതൽ 500 ബെഡ് വരെയുള്ള ആശുപത്രികളെ മുഴുവൻ ഒരു കുടക്കീഴിൽ നിർത്തുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അതിൻ്റെ രക്ഷാധികാരിയാണ് PM വാര്യർ സാർ. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ആയുർവേദത്തിൻ്റെ ഏത് നന്മകൾ നമ്മൾ പറയുമ്പോഴും കോട്ടക്കൽ ആയുർവൈദ്യശാലയെ തൊട്ടുകൊണ്ടല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. എനിക്കേറെ അഭിമാനമുള്ളത് 1902 ആര്യവൈദ്യ സമാജം സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ ഇടൂഴി വൈദ്യശാലയുടെ സ്ഥാപകനായിട്ടുള്ള ഇടൂഴി വലിയ മാധവൻ നമ്പൂതിരിയും മാനവിക്രമരാജ ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രമുഖർ അതിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്ര രേഖകൾ ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട്. ആദ്യകാലത്തെ ഇത്തരം വൈദ്യന്മാരുടെ പ്രവർത്തനങ്ങളിലും ധന്വന്തരി ഉൾപ്പെടെയുള്ള ആദ്യ വൈദ്യമാസികയുടെ പ്രസിദ്ധീകരണത്തിലൊക്കെ ഇവരൊക്കെ ചേർന്ന് നടത്തിയ സംസാരങ്ങളുടെ രേഖകളും കത്തുകളും ഒക്കെ കാണാനിടയായിട്ടുണ്ട്. ഏറെ പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഗുരുശിഷ്യ പരമ്പരയിലൂടെ നിരവധി പേർക്ക് അവിടെ ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. കൂടാതെ അവിടുത്തെ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ 100 വർഷം പിന്നിട്ട് കഴിഞ്ഞ ഒരു ചാരിറ്റബിൾ ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ഒരു ഇതുണ്ടായിട്ടുള്ളത്. PM വാര്യർ സാർ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടകനായി എത്തിച്ചേർന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഇന്ന് ഇതിൽ സ്വാഗതമില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം പറഞ്ഞുകൊണ്ടും മറ്റുള്ള എല്ലാ വൈദ്യ ശ്രേഷ്ഠന്മാരെയും ഞാൻ വീണ്ടും പേരെടുത്ത് പറയുന്നില്ല. ഓരോരുത്തരുടെയും സ്പെഷ്യാലിറ്റികൾ ഒരു പക്ഷേ ഇതിൽ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം പറയും. അവരെ ഓരോരുത്തരെയും ഈ സ്നേഹം നിറഞ്ഞ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഡോക്ടർ PM വാര്യർ സാറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവും ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ PM വാര്യർ, മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് ഫിസിഷ്യൻ, കോട്ടക്കൽ ആയുർവേദശാല. ആയുർവേദശാലയുടെ ഉപഹാരം നൽകി സ്നേഹാദരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരായിരം സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തട്ടെ. ഈ ചേർത്ത് പിടിക്കലിന് വൈദ്യപൂർണിമയുടെ സന്തോഷം രേഖപ്പെടുത്തുന്നു. നന്മ. ആയുർവേദ ഗുരു സംഗമവും ഗുരുവന്ദനവുമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യമായി
സദാഭിഷിക്തനാകുന്ന ശ്രീ ഡോക്ടർ ഭവദാസൻ നമ്പൂതിരിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊള്ളുന്നു. ഭവദാസൻ നമ്പൂതിരി എനിക്ക് 1964 മുതൽ പരിചയമുണ്ട്. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ ചേരുമ്പോൾ അദ്ദേഹം ഫൈനൽ ഇയർ പഠിക്കുകയാണ്. അതുമാത്രമല്ല, എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ സഹപാഠി കൂടിയാണ്, നമ്മുടെ മുൻ മന്ത്രി ഷൺമുഖദാസിൻ്റെ ഒക്കെ സഹപാഠിയാണ് ഭവദാസൻ നമ്പൂതിരി. അപ്പം ആ കാലം മുതൽ തന്നെ അദ്ദേഹത്തിനെ അറിയാം. വളരെ മിതഭാഷി, കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. അതേപോലെ തന്നെ എല്ലാവരുമായിട്ടും വളരെയധികം സൗഹൃദം പുലർത്തുന്ന ഒരു വ്യക്തി. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഭവദാസൻ നമ്പൂതിരി. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ സദാഭിഷേക പരിപാടിയിൽ സംബന്ധിക്കാനും ഇവിടെ ഈ ഗുരുവന്ദനവും ഗുരുസംഗമവും ഉദ്ഘാടനം ചെയ്യാനും അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ആയുർവേദിശാലയും ഇടൂഴി ഇല്ലം ആയുർവേദ ട്രസ്റ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വളരെ നല്ല നിലയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ നേത്ര ചികിത്സ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേത്ര ചികിത്സയിൽ ശരിക്ക് ആയുർവേദത്തിന് വളരെയധികം സ്കോപ്പുണ്ട്. ഞാനൊരു 2 ഉദാഹരണങ്ങൾ മാത്രം പറയട്ടെ. ഒന്നാമതായിട്ട്, ഒരു പേഷ്യൻ്റ് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറെ വന്ന് കണ്ട് ചികിത്സ തേടുകയുണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ, അയാൾക്ക് സ്ഥിരമായിട്ട് സ്റ്റീറോയിഡ് എടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ കാഴ്ച മങ്ങി വരും. അങ്ങനെ അതിനെന്തെങ്കിലും പരിഹാരം ഈ സ്റ്റീറോയിഡ് ഒഴിവാക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചാണ് അവിടെ കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ നേത്ര ചികിത്സാ വിഭാഗത്തിലെത്തിയത്. അപ്പം അന്നത്തെ അവിടെ പ്രൊഫസർ മരുന്ന് കൊടുത്തു. സാവകാശം അവർക്ക് കാഴ്ചയൊക്കെ സ്റ്റേബിളായി അവർക്ക് സ്റ്റീറോയിഡ് നിർത്താൻ സാധിച്ചു. അതേപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ്, എൻ്റെ ഒരു ബന്ധുവാണ്. ആൾ ഈ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അത് ഇട്ട് വച്ചിരുന്ന ആ ലിക്വിഡ് മറ്റേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരുന്നു. അത് ശ്രദ്ധിക്കാതെ അത് എടുത്തു വെച്ചു. കണ്ണിൽ ഇൻഫെക്ഷനൊക്കെ വന്നു. അയാൾക്ക് മാത്രമല്ല, അയാളുടെ 3-4 ഫ്രണ്ട്സിനും ഇതേപോലെ വന്നു. അപ്പോൾ അവർ അമേരിക്കയിലാണ്. അവർക്ക് ആകെയുള്ള ചികിത്സ കോർണിയൽ റീപ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ ഇയാൾ കോട്ടയ്ക്കൽ വന്നു, ചികിത്സിച്ചു. അതും ആയുർവേദ കോളേജത്തെ അന്ന് നമ്മൾ ഈ നേത്ര ചികിത്സാ വിഭാഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആയുർവേദ കോളേജത്തെ അന്നത്തെ പ്രൊഫസറെ ചികിത്സിച്ച് ആ കുട്ടിക്ക് 99% കാഴ്ച തിരിച്ചു കിട്ടി. ഇപ്പോൾ അയാൾ അമേരിക്കയിൽ കാർ ഓടിച്ച് നടക്കുന്നു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന 3 ആൾക്കാർക്കും അയാൾക്ക് കോർണിയൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് നമ്മളെ ആയുർവേദ ചികിത്സ, നേത്ര ചികിത്സയിലുള്ള ആ ഒരു പ്രാഗൽഭ്യമാണ് അത് തീർച്ചയായും തെളിയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വളരെ പ്രശസ്തമായ നിലയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭവദാസൻ നമ്പൂതിരിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഇന്നിവിടെ ഈ ഗുരുസംഗമവും ഗുരുവന്ദനവുമാണ്. ഗുരുസംഗമം, അതായത് 1988 രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠ് RAV നിലവിൽ വന്നത്. പക്ഷെ അന്ന് നിലവിൽ വന്നു വെച്ചാലും 1999 ഇപ്പോഴത്തെ ഈ ഗുരുശിഷ്യ പരമ്പര എന്ന ഒരു കോഴ്സ് അവർ വിഭാവനം ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലൊട്ടാകെയുള്ള നല്ല പ്രായോഗിക പരിജ്ഞാനമുള്ള, പരിശീലിപ്പിക്കാൻ പറ്റുന്ന ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച് അവർക്ക് BAMSO MDO അല്ലെങ്കിൽ MSO പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളെ അലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം അവർ ഗുരുക്കന്മാരെ സെലക്ട് ചെയ്യും. ആ ഗുരുക്കന്മാർക്ക് അവരുടെ ഹോസ്പിറ്റലിൻ്റെ കപ്പാസിറ്റിയും ഒക്കെ അനുസരിച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ അവർ അലോട്ട് ചെയ്യും. ഈ സ്റ്റുഡൻസിനും ഗുരുക്കന്മാർക്കും ഗവൺമെൻറ് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതായത് ഈ കോളേജുകളിൽ പഠിപ്പിക്കാൻ സാധിക്കാത്തതും എന്നാൽ പല ഗുരുക്കന്മാരും സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതും പാരമ്പര്യമായിട്ട് കിട്ടിയതുമായിട്ടുള്ള അറിവുകളെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ഉള്ള ഒരു വഴിയായിട്ടാണ് ഇതിനെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും കുറേ കാലമായി ഗുരുക്കന്മാരാണ്. ഇപ്പോൾ 2006-07 മുതൽക്ക് ഞാനും അതിലൊരു ഗുരുവാണ്. ഇപ്പോൾ ഈ ഇപ്പോൾ നേരത്തെ ഇത് പറയേണ്ട ഈ സ്പെഷ്യാലിറ്റി, ഇപ്പോൾ കായ ചികിത്സ, അഗതതന്ത്രം, ബാലരോഗം, ദന്തചികിത്സ, പ്രസൂതിതന്ത്രം, സ്ത്രീരോഗം, അസ്ഥിമർമ്മ ചികിത്സ, ഫാർമസി അതായത് ഔഷധ നിർമ്മാണം, നേത്ര ചികിത്സ,
ക്ഷാരസൂത്രം മുതലായിട്ടുള്ള സ്പെഷ്യാലിറ്റികളിലാണ് ഇപ്പോൾ ഈ കോഴ്സ് നടക്കുന്നത്. ഇതുവരെ ആകെ 99 ഗുരുക്കന്മാരാണ് കേരളത്തിലുള്ളത്. ഇതിൽ ഇതുവരെ പഠിച്ചിറങ്ങിയിട്ടുള്ളത് 1985 പേര് ഈ കോഴ്സ് പല നിലയ്ക്കുള്ള കോഴ്സുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം 239 പേര് ഓൾറെഡി ഇപ്പോൾ ഈ പല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വളരെ നല്ലൊരു കോഴ്സാണ്. ആദ്യമൊക്കെ അവർ ഗുരുക്കന്മാരെ കമ്പൽ ചെയ്തിട്ടാണ് അതിലേക്ക് ചേർത്തിരുന്നത്. കാരണം പലരും ഇതിന് തയ്യാറില്ല. കാരണം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇതിനുള്ള സമയം കിട്ടില്ല ഇടയ്ക്ക്. പക്ഷേ ഇപ്പോൾ അവർ ഗുരുക്കന്മാരോട് അവർ അഭിപ്രായം ചോദിച്ച് വേണ്ട ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ മുൻപ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിരുന്നത് ഈ ഗുരുക്കന്മാർ ഡൽഹി പോയി അവിടെ RIVയുടെ ഓഫീസിൽ പോയിട്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ സമ്പ്രദായമൊക്കെ മാറ്റി ഒരു ടെസ്റ്റ് ഉണ്ട്. ആ പരീക്ഷ പാസ്സായി എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഈ വിദ്യാർത്ഥികളുടെ ആഗ്രഹം അനുസരിച്ച്, അതായത് ഏത് സ്പെഷ്യാലിറ്റിയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അവർ അലോട്ട് ചെയ്യും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേഷന് ശേഷം കൂടുതൽ അവരെ പ്രായോഗികമായിട്ട് കർമ്മോന്മുഖരാക്കാനും പറ്റിയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരെയാണ് ഇന്നിവിടെ ആദരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. 1000 സ്നേഹം സന്തോഷം രേഖപ്പെടുത്തുന്നു. വൈദ്യ പൂർണിമയുടെ സ്നേഹോപഹാരം ഡോക്ടർ PM വാര്യർ അവർക്ക് നൽകുന്നു. സംഘാടക സമിതിയുടെ മുഖ്യ ഭാരവാഹി KH സുബ്രഹ്മണ്യ മാഷ് സ്നേഹത്തോടെ ഉപഹാരം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ PM വാര്യർ അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒരായിരം സ്നേഹവും സന്തോഷവും. ഈ കിടാവിളക്ക് ഒരു ചരിത്ര നിമിഷമായി മാറുകയാണ്. ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കിടാവിളക്ക് പന്തിഭോജന കാലഘട്ടം മുതൽ ഓരോ ചരിത്രത്തിനും ഓരോ പരിപാടികൾക്കും ചരിത്രമായി മാറുന്നു ഈ വേദി. സ്നേഹം സന്തോഷം. വേദിയിൽ ഡോക്ടർ വിജയൻ നങ്ങേലിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആയുർവേദ ഗുരു സംഗമവും ഗുരുവന്ദനത്തിലും ഡോക്ടർ വിജയൻ നങ്ങേലിൽ ഞങ്ങളോട് സംസാരിക്കുന്നു. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മണവും മമതയും ഒരിത്തിരി കൊന്നപ്പൂവും. വൈദ്യ പൂർണിമ ഡോക്ടർ വിജയൻ നങ്ങേലിൻ അവരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുരുസംഗമത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ
ഐ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ആരാധ്യനായ സമാദരണീയനായ ഡോക്ടർ ഭവദാസൻ നമ്പൂതിരി അവർ, ഈ ഗുരുസംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ ഡോക്ടർ PM വാര്യർ, ഗുരുക്കന്മാരായ എൻ്റെ സഹോദരങ്ങളായ വിവിധ വിഭാഗങ്ങളിലെ ഗുരുക്കന്മാരെ ഇവിടെ പരിചയപ്പെടുത്തി. അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവും ഇത് കേരളത്തിലെ ആദ്യത്തെ ഒരു പരിപാടിയാണ്. ഇതിനു മുമ്പ് ഗുരുക്കന്മാരെല്ലാം ചേർന്നുകൊണ്ട് നെല്ലുവായിൽ ധന്വന്തരിയുടെ കേരളത്തിലെ അല്ല, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധന്വന്തരി പ്രതിമ നെല്ലുവായിൽ ശ്രീകൃഷ്ണൻ ഡോക്ടറുടെ സ്ഥാപനത്തിൽ അന്ന് എല്ലാ ഗുരുക്കന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലൊരു പരിപാടി കേരളത്തിൽ ആദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഈ ഗുരുക്കന്മാരുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഗുരുശിക്ഷ പരമ്പര എന്നൊക്കെ ഇവിടെ വളരെ വിശദമായിട്ട് അധ്യക്ഷനും ഉദ്ഘാടകനും സംസാരിച്ചു. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഡോക്ടർ ഭവദാസൻ നമ്പൂതിരിയും ഞാനും എല്ലാ വർഷവും ഇവിടെ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ ഡൽഹിയിൽ വെച്ച് അതിൻ്റെ ശിഷ്യന്മാരെ ആ ചടങ്ങിൽ, അവിടെ കോൺവൊക്കേഷൻ ചടങ്ങിലും ഒക്കെ ഡൽഹിയിൽ പോകേണ്ടി വരും. ഇപ്പം 2010 മുതൽ ഇതുവരെ എല്ലാ വർഷവും ഞാനും ഗുരുവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ഭവദാസൻ നമ്പൂതിരി ഞങ്ങൾ ഒന്നുകിൽ മക്കൾ ആയ ഉമേഷോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനോ കൂടെ ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം എന്നോട് പറഞ്ഞു, ഇനി മുതൽ ഒറ്റയ്ക്ക് വരരുത്, ആരെങ്കിലും കൂടെ കൂട്ടി വരണമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഈ നടക്കുമ്പോൾ ഭവദാസൻ നമ്പൂതിരി ഞാനും കൂടെ ഒന്നിച്ച് നടന്നാൽ അദ്ദേഹം മുമ്പിൽ നടന്നു പോകും, ഞാൻ പുറകെ വരുള്ളൂ. അപ്പോൾ അവിടെ മിക്ക വർഷവും ഈ മുൻനിരയിൽ ഭവദാസൻ നമ്പൂതിരി ഇരിക്കും. കൂടുതൽ സമയവും കൂടെ അടുത്തിരിക്കാറുള്ളത് ഞാനാണ്. ഇന്നും കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ കയ്യെ പിടിച്ച് എഴുന്നേറ്റ് ഞാനും കയ്യെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ കൈ പിടിച്ച് നടക്കേണ്ടത് ഭവദാസൻ നമ്പൂതിരിക്കായ ആവശ്യം എനിക്കാണ്. അപ്പോൾ ഞാൻ കയ്യെ പിടിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രയോജനമുള്ള രീതിയിൽ വളരെ ഏറ്റവും കൂടുതൽ ആയ ആളെന്നുള്ള നിലയിൽ അവിടെ എല്ലാവരും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും. വീട്ടിൽ പോയിട്ടുണ്ട്, ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിനെ വളരെ ആദരവോടുകൂടിയാണ് ഞങ്ങൾ ഈ ഇവിടെ ഇരിക്കുന്ന ഗുരുക്കന്മാരെല്ലാവരും അവിടെ സംഗമിക്കുമ്പോൾ ഒരു പ്രത്യേക പരിഗണന ഡോക്ടർ ഭവദാസൻ നമ്പൂതിരിക്ക് എല്ലാവരും നൽകും. കാരണം എല്ലാവരും അത്ര സൂക്ഷ്മമായിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ചെയ്യും. ഭവദാസൻ നമ്പൂതിരിയുടെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചവരെല്ലാവരും പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിൽ കിടക്കുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം.
അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനം, അദ്ദേഹത്തിൻ്റെ മക്കൾ ഉമേഷും ഉണ്ണികൃഷ്ണനും മരുമക്കളും ഒക്കെ ഈ പാരമ്പര്യമായിട്ടുള്ള ഈ ചികിത്സ അവർ തുടർന്നു വരുന്നതും അവരിവിടെ പ്രഖ്യാപിച്ച സൗജന്യ ചികിത്സ ആയുർവേദത്തിൻ്റെ ഒരു പാരമ്പര്യ വൈദ്യന്മാരുടെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഈ പൈസ വാങ്ങാതെയുള്ളൊരു ചികിത്സയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എൻ്റെ അച്ഛനൊക്കെ ചികിത്സിക്കുന്ന കാലത്ത് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പൈസ ഒന്നും വാങ്ങുകയല്ല, ചിലർ പൈസ കൊടുക്കും, അപ്പോൾ അതങ്ങനെ മേശപ്പുറത്ത് വയ്ക്കും. അല്ലാതെ അങ്ങനെ ആരോടും ഇത്ര പൈസ എന്ന് പറഞ്ഞ് വാങ്ങിയതായിട്ട് അന്നത്തെ കാലത്ത് ഓർമ്മയിൽ പോലും ഇല്ല. അതാണ് അതേ പ്രായത്തിലുള്ള ആളുകൾ ചികിത്സ തുടങ്ങുമ്പോൾ. ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെ സാധിച്ചില്ലെങ്കിലും ഇത് ഇടൂഴിയിൽ ആ ഓർമ്മകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സൗജന്യ ചികിത്സ ഇവിടെ ചെയ്യുന്നതും. ഇപ്പോൾ പുതിയതായിട്ട് ഇന്നിവിടെ പ്രഖ്യാപിച്ച സൗജന്യമായിട്ട് കിടത്തി ചികിത്സ, ആയുർവേദ ചികിത്സയുടെ വളരെ ചിലവേറിയ ചികിത്സയാണ് ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകളും മറ്റ് കിടത്തി ചികിത്സകളൊക്കെ ചെയ്യുമ്പോൾ അത് സൗജന്യമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് നൽകുക എന്ന് പറയുന്നത്, സൗജന്യമായിട്ട് കുറേ ആളുകൾക്ക് സൗജന്യ നിരക്കിലൊക്കെ ചികിത്സിക്കാനൊക്കെ സാധിക്കുന്ന ഒരുപാട് ആശുപത്രികൾ HMയുടെ കീഴിലുള്ള ആശുപത്രികൾ പലതുമുണ്ട്. പക്ഷേ കിടത്തി ചികിത്സ സൗജന്യമായിട്ട് ഇന്നിവിടെ പ്രഖ്യാപിച്ചപ്പോൾ ആ ഇടുവഴി ഇവിടെ അർത്ഥം ഇവിടെ KG മാരാർ പറഞ്ഞ പോലെ ഈ കൂടുതൽ സ്ഥലം കയ്യിലുള്ളവർ ദാനം ചെയ്യുക മറ്റുള്ളവർക്ക് ആണ് ഇടുവഴി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പറഞ്ഞത്. അത് സ്ഥലം കൊടുക്കുന്നതിന് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അവനവൻ്റെ കയ്യിലുള്ള അഭ്യാസം, അതായത് വിദ്യ കൈമാറുന്നതും അതുപോലെ ചികിത്സ സൗജന്യമായിട്ട് നൽകുന്നതും. അങ്ങനെ ഒരു തീരുമാനം ഈ ശതാഭിഷേകത്തോടനുബന്ധിച്ച് എടുക്കാൻ കഴിഞ്ഞ ഈ വൈദ്യപൂർണിമ ദിനത്തിൽ അങ്ങനെ തീരുമാനിച്ച ഈ കുടുംബത്തിനും ഇതിൻ്റെ സംഘാടക സമിതിക്കും ഒക്കെ ഈ ആയുർവേദ ഗുരു എന്ന നിലയിൽ ഞാൻ വളരെ ഹാർദമായി ഈ പരിപാടിക്ക് അഭിനന്ദിക്കുകയാണ്. കാരണം ഇതുപോലെയുള്ള പരിപാടി ഇങ്ങനെ സൗജന്യമായി കിടത്തി ചികിത്സ പ്രഖ്യാപിക്കാൻ ഉള്ള മനോധൈര്യം ഈ സംഘാടക സമിതി കാണിച്ചതിനും ഒക്കെ ആയുർവേദ ഗുരുക്കന്മാരുടെ പേരിൽ തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും. അദ്ദേഹത്തിന് ബോധാസ് നമ്പൂതിരിക്ക് ആയുരാരോഗ്യത്തോടു കൂടി ഒരുപാട് കാലം ജനങ്ങളെ സേവിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ഡോക്ടർ വിജയൻ നങ്ങേലിൽ. ഡോക്ടർ വിജയൻ നങ്ങേലിന് സ്നേഹത്തോടെ ഉപഹാരം സമർപ്പിക്കുന്നു സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ. ഒരായിരം സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തുന്നു വൈദ്യപൂർണിമയെ ധന്യമാക്കിയതിന്. അടുത്തതായി വേദിയിൽ ഇടൂഴി ആയുർവേദ ഹോസ്പിറ്റൽ സ്റ്റാഫ് മെമ്പേഴ്സ്
വൈദ്യർക്ക് ഒരു സ്നേഹോപഹാരം നൽകുകയാണ്. അക്കൗണ്ട്സ്, അഡ്മിൻ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ ചേർന്ന് ഡോക്ടർ ഐ ഭവദാസ് നമ്പൂതിരി അവർക്ക് ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. അക്കൗണ്ട്സ്, അഡ്മിൻ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് വൈദ്യർക്ക് സ്നേഹോപഹാരം. ആയുർവേദ ഗുരു സംഗമവും ഗുരുവന്ദനവും തുടരുന്നു. ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ. ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ അവർകളെ സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. വേദിയിലെ എല്ലാ ഗുരുക്കന്മാർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മളെ എല്ലാം രാജഗുരുവായ ശ്രീ ഡോക്ടർ ഭവദാസ് നമ്പൂതിരിക്കും സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ശതാഭിഷേകത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇട്ടൂഴി എന്നാണ് ആദ്യം കേട്ടിരിക്കുന്നത്. ഇടൂഴി രണ്ടും ഒന്നാണ്. ഞാൻ ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്താണ് ഈ ഇട്ടൂഴി വൈദ്യശാലയെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. ചിലപ്പോൾ അത് മാധവൻകുട്ടിയുടെ പറഞ്ഞ പോലെ അന്നത്തെ സമ്മേളനത്തിൻ്റെ ആ മീറ്റിങ്ങിൻ്റെ ന്യൂസിൽ വയ്ക്കാം. അതിനുശേഷം ഞാൻ അദ്ദേഹത്തായിട്ട് പരിചയപ്പെടുന്നത് രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠത്തിൽ ഗുരുവായിട്ടതിന് ശേഷമാണ്. അപ്പോൾ എല്ലാ കൊല്ലം ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം കാണുക. അദ്ദേഹത്തിൻ്റെ ആ സാത്വികമായ തേജസ്, ഞാനും സ്നേഹമാണ് വിഴിഞ്ഞൊഴുക, അതാണ് അദ്ദേഹത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. എല്ലാ കൊല്ലം അവിടെ നിന്നായതായിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറയും. എന്തോ ഒരു ആത്മീയമായ ഒരു അടുപ്പം എനിക്ക് അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ശതാഭിഷേകം ആണെങ്കിൽ തന്നെ അതിനിപ്പോഴും ബയോളജിക്കൽ ഒരു 50-55 ആയിട്ടുള്ളൂ ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല അതിനുശേഷം എന്നും അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് വളരെയധികം അടുപ്പമുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച എന്നും ഞാൻ അറിയുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും അതെ, എൻ്റെ മകൻ ഇതുപോലെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷനിലെ മെമ്പറായിട്ട് പോകാറുണ്ട്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അധ്വാനം മാത്രമല്ല, ഈ പാരമ്പര്യം എന്ന ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസാണ്. അഗ്നേയം യജ്ഞമധ്വരം വിശ്വത പരിപൂരസി സ ഇ ദേവേഷു ഗച്ഛതി എന്ന ഋഗ്വേദത്തിൽ ആദ്യത്തെ സൂക്തത്തിലൊരു ശ്ലോകമുണ്ട്. അതിൻ്റെ ഭാവാർത്ഥം ഏത് യജ്ഞവും ഏത് കർമ്മവും മറ്റുള്ളതിന് ഉപകാരപ്രദമായി ചെയ്താൽ അത് എല്ലാ ജനങ്ങളിലേക്കും വ്യാപിക്കും എന്നുള്ളതാണ്. ആ വേദത്തിൻ്റെ അർത്ഥമായിരിക്കും, ആ വേദത്തിൻ്റെ പിന്തുണയായിരിക്കാം വേദജ്ഞനായ ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും അദ്ദേഹത്തിൻ്റെ ഈ ആയുരാരോഗ്യ സൗഖ്യത്തിനും കാരണം. അത് ഇനിയും തുടരട്ടെ, അനുദിനം വളരട്ടെ, ഇത് വിശ്വോത്തരമായി വളരട്ടെ എന്ന് ശ്രീ ധന്വന്തരി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും ആയുരാരോഗ്യങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിന് സ്നേഹത്തോടെ ഉപഹാരം സമർപ്പിക്കുന്നു സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ. ഡോക്ടർ സി എം ശ്രീകൃഷ്ണന് ഉപഹാര സമർപ്പണത്തിനായി ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ. ആയുർവേദ ഗുരു സംഗമവും ഗുരുവന്ദനവും സ്നേഹോപഹാര സമർപ്പണം വേദിയിൽ. ഒരായിരം സന്തോഷം, സ്നേഹം വൈദ്യപൂർണിമയെ ധന്യമാക്കിയതിന്. വേദിയിൽ കണ്ണൂർ ശ്രീ സദൻ വൈദ്യശാല ഒരു സ്നേഹോപഹാരം വൈദ്യർക്ക് സമർപ്പിക്കുകയാണ്. വിനോദ് സാർ, ഗംഗാധരൻ സാർ രണ്ടുപേരെയും ഒരു സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കണ്ണൂർ ശ്രീ സദൻ വൈദ്യശാലയുടെ സ്നേഹോപഹാരം വൈദ്യർക്ക് സമർപ്പിക്കുന്നു. ഒരായിരം സ്നേഹം സാർ ഈ ചേർത്തുപിടിക്കലിന് വൈദ്യപൂർണിമയെ ധന്യമാക്കിയതിന്.
ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവും. അടുത്തതായി സംസാരിക്കുന്നു ഡോക്ടർ സി സുരേഷ് കുമാർ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദി നിൽക്കുന്നത്. കാരണം ഈ ഇടയ്ക്കൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അറ്റൻഡ് ചെയ്യാൻ കാരണം പ്രധാനമായിട്ടും ഡോക്ടർ ഉണ്ണി വന്ന് പറഞ്ഞു, സാറൊന്ന് വരണം, എത്ര തിരക്കുണ്ടെങ്കിലും. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. എത്തിയപ്പോൾ തന്നെ ഇതിൻ്റെ മട്ടും ഭാഗം കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായി, വന്നില്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടമായിരുന്നു എന്ന് തന്നെയാണ്. മാധവൻകുട്ടി സാർ പറയുകയുണ്ടായി, 1964 അദ്ദേഹം സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് നമ്മൾ പലരും ജനിച്ചിട്ടില്ല, ഞാനൊന്നും ജനിച്ചിട്ടില്ല. അതാണ് സ്ഥിതി. അന്ന് തൊട്ട് അവരുള്ള ബന്ധം അങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷം. അതിനേക്കാളും അവർ ജീവിച്ച കാലഘട്ടത്തിൽ നമുക്കും ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമായിട്ട് കരുതുന്നു. ഇട്ടൂരി സാറിനെ പറ്റി പറയുമ്പോൾ സാർ പറഞ്ഞ മാതിരി ഡൽഹിയിൽ വെച്ചാൽ ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഞങ്ങൾ ഉണ്ണിയെയും സാറിനെയും കാണാറുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. അന്ന് വളരെ മിതമായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു സാറ്, അതിൽ കൂടുതൽ എൻ്റെ 3 ഇരട്ടി സംസാരിക്കുന്ന ഉണ്ണിയും. അതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. എന്തായാലും 84 വർഷം അല്ലെങ്കിൽ 1000 ചന്ദ്രനെ കണ്ട ഒരു സാറിന് ഞങ്ങളുടെ എല്ലാ ഭാവങ്ങളും ഇനിയും ഇതുപോലെ ആയുരാരോഗ്യത്തോടുകൂടി വർത്തിക്കാൻ കഴിയട്ടെ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ സി സുരേഷ് കുമാർ. ഡോക്ടർ സി സുരേഷ് കുമാറിന് സ്നേഹത്തോടെ ഉപഹാരം സമർപ്പിക്കുന്നു സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യം. ഒരായിരം സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തട്ടെ. താങ്ക് യു സാർ. വൈദ്യ പൂർണിമയെ ധന്യമാക്കിയതിന് ഒരു ചരിത്ര മുഹൂർത്തത്തിൽ രേഖപ്പെടുത്തുന്നു സന്തോഷം, സ്നേഹം. ഡോക്ടർ ഐ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ ഉമേഷ് നമ്പൂതിരി എന്നിവരുടെ സഹപാഠികൾ, SDM കോളേജിലെ സഹപാഠികൾ സമർപ്പിക്കുന്ന ഉപഹാരം. ഡോക്ടർ ജുനോ, ഡോക്ടർ ജിനോ, ഡോക്ടർ വിമൽ, SDM കോളേജിലെ സഹപാഠികൾ. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 ഡോക്ടർമാരെയും വേദിയിലേക്ക്. ഡോക്ടർ ഐ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും ഡോക്ടർ ഐ ഉമേഷ് നമ്പൂതിരിയുടെയും ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. 1000 സ്നേഹം സാർ. ഈ വേദിയെ ധന്യമാക്കിയതിന് സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇതിൽ പരം സന്തോഷം വേറെ എന്ത്? 1000 നന്ദി. ഓരോ ചേർത്ത് പിടിക്കലും കൂട്ടായ്മകളാണ്. ഈ കൂട്ടായ്മയെ ധന്യമാക്കിയതിന് 1000 സ്നേഹം, സന്തോഷം. വേദിയിൽ ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവും തുടരുന്നു. ഡോക്ടർ KV രാജഗോപാൽ. അടുത്തതായി സംസാരിക്കുന്നു ഡോക്ടർ KV രാജഗോപാൽ. സാധ്യക്ഷമായ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഈ അപൂർവ ചടങ്ങ്, ഗുരുസംഗമം ഗുരുവന്ദനം, ഈ ചടങ്ങിൽ സാക്ഷിയാവാൻ പറ്റിയതിലും ഈ വേദിയിൽ മഹനീയരായ ഗുരുക്കളുടെ കൂടെ ഉപവിഷ്ടരാവാൻ പറ്റിയതിലും ഉള്ള എൻ്റെ മഹാഭാഗ്യം ഞാൻ ഈ സദസ്സുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇന്ന് ശതാഭിഷക്തനാവുന്ന ഡോക്ടർ ഭവദാസൻ തിരുമേനിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി വിശ്വഭരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു. താങ്ക് യു ഡോക്ടർ KV രാജഗോപാൽ. അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുന്നു ഡോക്ടർ KH സുബ്രഹ്മണ്യൻ. വൈദ്യ പൂർണിമയുടെ സ്നേഹോപഹാരം.
ഒരായിരം സന്തോഷം രേഖപ്പെടുത്തട്ടെ. ഈ കൂട്ടായ്മയെ വിജയിപ്പിച്ചതിന്, വൈദ്യ പൂർണ്ണിമയെ ധന്യമാക്കിയതിന് സന്തോഷം, സ്നേഹം, നന്മ. വേദിയിൽ ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവും തുടരുന്നു. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയങ്കരനായ ഡോക്ടർ PK സുദർശൻ നായർ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ശതാഭിഷക്തനായ ഇടൂഴി വൈദ്യൻ ഡോക്ടർ ഭവദാസൻ നമ്പൂതിരിപ്പാട് അവർകൾ അതിൻ്റെ ചടങ്ങ് ആയിട്ട് ഗുരുപൂർണിമ എന്ന പേരിൽ നടക്കുന്ന ഈ ചടങ്ങിൽ രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠിൻ്റെ പരിപാടിയായ ഗുരുശിഷ്യ പരമ്പരയിലെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഗുരുസംഗമം പരിപാടി സംഘടിപ്പിക്കുന്ന ഈ വേളയിൽ അതിനെ സംഘടിപ്പിച്ച ഈ സംഘാടകരെ സംഘാടകരോട് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ ഭവദാസൻ നമ്പൂതിരിപ്പാട് അവരെ ആദ്യമായി ഞാൻ കാണുന്നതും ഈ പറയുന്ന പോലെ ഡൽഹിയിൽ വെച്ചാണ്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അവിടെ വരാറുള്ളത്. കാരണം അദ്ദേഹത്തിന് ശാരീരികമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അവിടെ വളരെ ആക്റ്റീവായി ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും എല്ലാവരുമായിട്ട് സംസാരിക്കുകയും വളരെ സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന ഒരു അനുഭവമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഇനിയും തുടർന്നും ഈ മയിൽ പ്രദേശത്തും മാത്രമല്ല, കേരളവും ഇന്ത്യയും ഒട്ടാകെയുള്ള അവശത അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് നേത്ര ചികിത്സയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് കണ്ണ് തെളിയിക്കുന്നതിനും അതുപോലെ ആയുർവേദത്തിനും ആയുർവേദ ചികിത്സയ്ക്കും വേണ്ടി ഇനിയും ദീർഘകാലം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ജഗദീശ്വരൻ ധന്വന്തരി ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരായിരം സ്നേഹം രേഖപ്പെടുത്തുന്നു. വൈദ്യ പൂർണ്ണിമയുടെ ഒരു സ്നേഹോപകാരം സാറിനെ സമർപ്പിക്കുന്നു. KH സുബ്രഹ്മണ്യനെ ഒരു സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയങ്കരായ ആയുർവേദ ഗുരുക്കളാണ് നമ്മോട് സംസാരിക്കുന്നത്. ആയുർവേദത്തിന് ഒരുപാട് സാധ്യതകൾ കണ്ടെത്തി നമുക്ക് സമ്മാനിച്ച ആയുർവേദ ഗുരുക്കളാണ്, കേരളത്തിലെ ശ്രേഷ്ഠരാണ് നമ്മോടൊപ്പം ഈ വേദി പങ്കിടുന്നത്. നമ്മുടെ ഒരു ഭാഗ്യമാണ് ഇവരെയൊക്കെ നേരിൽ കാണുവാനും സംസാരിക്കുവാനും സാധിക്കുന്നത്. ഒരായിരം സന്തോഷം രേഖപ്പെടുത്തുന്നു. വേദിയിൽ വൈദ്യ പൂർണിമ സംഘാടക സമിതി തയ്യാറാക്കിയ ഇടൂഴി ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരി അവരുടെ ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. അതിനായി വേദിയിൽ വിട്ടു നൽകുന്നു. വൈദ്യ പൂർണിമ ഇടൂഴി വൈദ്യർ ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരി ആയുർവേദ ചികിത്സാ പുണ്യത്തിന്റെ പ്രതിരൂപം. 6 ദശകങ്ങളുടെ സേവനത്തിലൂടെ ആയുർവേദ പാരമ്പര്യത്തിന്റെ ശ്രേഷ്ഠതയും പ്രാഗൽഭ്യവും കൈമുതലാക്കിയ അധികാരി. ഭാരതീയ ചികിത്സാ പാരമ്പര്യത്തിൽ ഉറച്ച സേവന മികവിന് ധന്വന്തരി പുരസ്കാരം നിറവ് പകർന്ന ആയുർവേദാചാര്യ. ആയുർവേദ ചികിത്സാ രീതിയെ പാരമ്പര്യ മൂല്യങ്ങൾ ചോരാതെ നവീകരിച്ച മാറ്റത്തിന്റെ പ്രയോക്താവ്. ഒരു ദേശത്തിന്റെ ഉന്നതിക്കും വളർച്ചയ്ക്കുമായി സ്വയം സമർപ്പിച്ച ജനങ്ങളുടെ ഡോക്ടറായി മാറിയ സാമൂഹ്യ സേവകൻ ഇന്ന് വൈദ്യ പൂർണിമയുടെ നിറവിലാണ്. ഇടൂഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ കണ്ണൂർ മയ്യിലിൽ ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരി ആയുർവേദ വൈദ്യ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. കേരളത്തിലെ പുരാതന വൈദ്യ കുടുംബങ്ങളിൽ ഒന്നായി ഇടൂഴി ഇല്ലത്താണ് ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരിയുടെ ജനനം.
കണ്ണൂർ ജില്ലയിലെ മയ്യിലാണ് ഇടൂഴി ഇല്ലം സ്ഥിതി ചെയ്തിരുന്നതെന്നും പിന്നീട് തലശ്ശേരി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ താമസിച്ച ഇടൂഴി കുടുംബം മയ്യിലേക്ക് തന്നെ മടങ്ങിയെന്നും പൗരാണിക രേഖകൾ സൂചിപ്പിക്കുന്നു. പിതാവ് വൈദ്യർ ഇടൂഴി മാധവൻ നമ്പൂതിരിയിൽ നിന്നും ആത്മീയ ഗുരുനാഥനായ സ്വാമി നാരായൺജി മഹാരാജിൽ നിന്നുമാണ് ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയുടെ ഗുരുകുല രീതിയിലുള്ള ആയുർവേദ അധ്യയനം. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവ്. അക്കാലത്ത് ആയുർവേദ വിദ്യാഭ്യാസ മേഖലയിൽ നവീകരണത്തിന് ഉതകുന്ന നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വിജയിപ്പിച്ച ചരിത്രവും ഇദ്ദേഹത്തിനുണ്ട്. ആയുർവേദ ചികിത്സാ മേഖലയ്ക്കായുള്ള നിസ്വാർത്ഥ പ്രവർത്തനങ്ങളുടെയും സമർപ്പണത്തിന്റെയും ഒരു തുടക്കമായിരുന്നു അത്. നാട്ടിലെ സാധാരണക്കാരന് പോലും ലഭ്യമാകത്തക്ക രീതിയിൽ ആയുർവേദ ചികിത്സയെ പ്രായോഗികമാക്കിയ ദീർഘവീക്ഷണവും ഇച്ഛാശേഷിയുള്ള നേതൃപാഠവുമാണ് ഇടൂഴി കുടുംബത്തിലെ വൈദ്യന്മാരുടെ സവിശേഷത. അതിന് ചുക്കാൻ പിടിച്ചത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇടൂഴി വൈദ്യ ചികിത്സാലയമാണ്. ഇടൂഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ മയ്യിൽ ടൗണിൽ തലയുറത്ത് നിൽക്കുന്ന ഈ കേന്ദ്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്ത ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ്. ഇതിന്റെ ചെയർമാനും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയാണ് ഇപ്പോൾ സ്ഥാപനത്തിന്റെ നേതൃത്വം. കൂടെ മക്കളായ ഡോക്ടർ ഐ ഉമേഷ് നമ്പൂതിരി, ഡോക്ടർ ഉമേഷ് നമ്പൂതിരി, ഒരു സംഘം മറ്റു ഡോക്ടർമാരും സേവനം അനുഷ്ഠിക്കുന്നു. അറിവുകൾ സ്വകാര്യവൽക്കരിക്കുകയാണ്, ജനകീയവൽക്കരിക്കുകയാണ് വേണ്ടത് എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഇടൂഴി വൈദ്യർ അന്ധതയ്ക്കും വന്ധ്യതയ്ക്കും പരിഹാരമായി നിരവധി ചികിത്സാ ഗവേഷണങ്ങൾ നടത്തി ആയുർവേദത്തെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. തന്റെ ചികിത്സാ ഗവേഷണങ്ങൾ നിരന്തരം പുതുതലമുറയുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹം എന്നും ശ്രദ്ധാലുവാണ്. അദ്ദേഹത്തോട് സംവദിക്കുന്നതിനായി ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി ശിഷ്യന്മാരും വൈദ്യന്മാരും വൈദ്യ വിദ്യാർത്ഥികളും എത്തിച്ചേരാറുണ്ട്. ആയുർവേദത്തിന്റെ ജനകീയവൽക്കരണത്തിനായി സ്ഥാപിച്ച ഇടൂഴി അക്കാദമി ഓഫ് ആയുർവേദത്തിന്റെ തനത് മൂല്യങ്ങൾ പുതുതലമുറയിലെ ഡോക്ടർമാർക്ക് പകർന്നു കൊടുക്കുന്ന കേന്ദ്രമാണ്. ആയുർവേദ ചികിത്സാ രംഗത്തും ആയുർവേദ പഠന പ്രചാരണ രംഗത്തും ഇടൂഴി വൈദ്യർ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠ് ആയുർവേദ ഗുരുവായ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഈ പദ്ധതിയുടെ കീഴിൽ ഗുരുകുല പഠന രീതിയിൽ ആയുർവേദ ഡോക്ടർമാർക്ക് പരിശീലനം നൽകുന്നു. ആയുർവേദ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് നാഷണൽ ആയുർവേദ അക്കാദമിയുടെ ഫെലോഷിപ്പും സ്വകാര്യ മേഖലയിലെ മികച്ച ആയുർവേദ ഡോക്ടർക്കുള്ള കേരള സർക്കാരിന്റെ വാഗ്ഭട അവാർഡും ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയെ തേടിയെത്തിയിട്ടുണ്ട്. 2018 ആയുർവേദ മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദേശീയ ധന്വന്തരി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവും വേദിയിൽ തുടരുന്നു. ഡോക്ടർ എൻ വി ശ്രീവത്സ്, സ്വാസ്ഥ്യക്ഷേത്രം ആയുർവേദ ഹെൽത്ത് കെയർ സെന്ററിന്റെ ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ എൻ വി ശ്രീവത്സ് അസ്ഥിമർമ്മ ചികിത്സാ വിഭാഗത്തിലെ രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം അംഗീകരിച്ച ഗുരുവായി സേവനമനുഷ്ഠിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ശതാഭിഷിക്തനായിട്ടുള്ള നമ്മുടെ ഗുരുതുല്യനായ ഇടൂഴിയുടെ എല്ലാമായ നമ്മുടെ വൈദ്യർ, ഈ വേദിയിലെ ഗുരുതുല്യന്മാരായ മാധവൻകുട്ടി സാർ, എൻ്റെ ഗുരുവായ ശ്രീകൃഷ്ണൻ സാർ, മറ്റ് സഹ രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠത്തിലെ കേരളത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഗുരുക്കന്മാർ, വേദിയിലുള്ള ഗുരുതുല്യന്മാരെ, സഹപ്രവർത്തകരെ, ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരു സംഘാടനം ചെയ്തിട്ടുള്ള ഒരു ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളും
ആ വൈദ്യശാലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള സംഘാടകരും ഒന്നിച്ച് ചെയ്യുന്ന ഇത് ആയുർവേദത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ് എന്നുള്ളതാണ്. അതിൽ തന്നെ രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം എന്നുള്ള നാഷണൽ അക്കാഡമി ഓഫ് ആയുർവേദയുടെ ഈ ഒരു സംരംഭം, അതായത് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ പാരമ്പര്യഗതമായിട്ടുള്ള വൈദ്യം, അത് നമ്മളറിയാം വളരെ ചിട്ടപ്പെടുത്തി അത് കേരളത്തിലൊരു 100 വർഷത്തിലേറെ ആയിട്ടുള്ള കോളേജ് രീതിയിലുള്ള ഒരു പഠനമായി തന്നെ പരിണമിച്ചിരിക്കുന്നു. അതിൽ നിന്നും അതിൻ്റെ മുഴുവനായിട്ടുള്ള ഫലം കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം ഇതൊരു ഫെലോഷിപ്പ് പ്രോഗ്രാമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും അതിനുള്ള സൗകര്യവും ജനങ്ങളുടെ അനുഗ്രഹവും ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു കാര്യം ഞാൻ ചോദിച്ചു, രാജഗോപാലാണ് എന്നേക്കാളും 1-2 പേര് മാത്രമേ ചെറുപ്പമുള്ളൂ. അതുപോലെ നോക്കുകയാണെങ്കിൽ ഏറ്റവും രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠത്തിൽ ഇന്ന് ഏറ്റവും മൂത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രായമുള്ള ഗുരുവായിരിക്കുന്നത് നമ്മുടെ ഭവദാസൻ നമ്പൂതിരി സാർ തന്നെയാണ്. ഇന്ന് സേതാഭിഷിക്തനായിരിക്കുന്ന അദ്ദേഹമാണ്. 1-2 പേര് ചിലപ്പോൾ വടക്കേ ഇന്ത്യയിൽ കാണാം. ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു 20-25 വർഷത്തിൻ്റെ പ്രായ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ടെന്നുള്ള സുരേഷ് സാറൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള പഠനത്തിൻ്റെ ഉന്നമത്യത്തിൽ എത്തിയിരിക്കുന്നവരുടെ അനുഭവം പങ്കുവയ്ക്കുക എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വൈദ്യസംഗമത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത്. ഞങ്ങളെപ്പോഴും പറയും, അസ്ഥിമർമ്മ ചികിത്സയിലാണെങ്കിൽ വിജയൻ സാറാണ് ഗുരു. ഞങ്ങളെല്ലാം ഗുരുക്കന്മാരാണെങ്കിലും അതിലും ഗുരു വിജയൻ സാറായിരിക്കും എന്ന് പറയണ പോലെ ഈ ഒരു സംഗമം ഇതിനോടനുബന്ധിച്ച് ഭവദാസൻ നമ്പൂതിരി സാറുടെ വൈദ്യ പെരുമയും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും എല്ലാം ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഗുരുക്കന്മാർക്ക് തന്നെ ഒരു വഴികാട്ടലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഈ വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ, ഈ വേളയിൽ ശതാഭിഷിക്തനായിരിക്കുന്ന ആൾ നമ്മൾ പറഞ്ഞില്ലേ, 25 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് കുറവുള്ളവർ അനുമോദിക്കാനോ ഒന്നും പറ്റില്ല, ആശീർവാദത്തിന് വേണ്ടി അപേക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതിൽ തൈത്തിരീയ സംഹിതയിൽ പറയുന്നുണ്ട്, ശതമാനം ഭവതു ശതായു പുരുഷ സതേന്ദ്രിയ ആയുഷ് ദേവേന്ദ്രിയ പ്രതിഷ്ഠതി എന്നുള്ളത്. അതുപ്രകാരം ഭവദാസൻ വൈദ്യർ ആയുർവേദത്തിൻ്റെ പറയുന്ന പൂർണ്ണ ആയുസ്സോടുകൂടി, ആരോഗ്യത്തോടുകൂടി, പുഷ്ടിയോട്, സന്തോഷത്തോടുകൂടി, ഏറ്റവും കൂടുതൽ ഇനിയും നമ്മളെയൊക്കെ സ്നേഹപൂർവമായിട്ടുള്ള, കരുണാപൂർവമായിട്ടുള്ള രീതിയിൽ ജനങ്ങളെ സേവിക്കാൻ ഉള്ള നിശബ്ദമായിട്ടുള്ള ഇതാണെങ്കിൽ പോലും അത് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ കേരളത്തിൽ നമുക്ക് ആയുർവേദത്തെക്കുറിച്ച് എന്തറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അടുത്തുള്ള ആൾക്കാരെ അറിയാമെന്നുള്ളതേ ഉള്ളൂ. ഞാനും സങ്കടത്തോടെ പറയട്ടെ, ഈ ഡൽഹിയിൽ ഇതിനുള്ള ഒരു സാഹചര്യം കിട്ടിയപ്പോൾ ഡൽഹി പോയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ രാമായണത്തിൽ പറയുന്നത്, ഈ രാമൻ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുധീഷിനെ കാണും, എന്നിട്ടാണ് അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഡോക്ടറെ കാണാറുണ്ട്, HMA എന്നുള്ള പരിപാടിയിലൊക്കെ കാണാറുണ്ട് എന്നൊക്കെ. അച്ഛനെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെയാണ് സുധീഷിനോട് ചോദിക്കുന്നത്, രാമൻ എന്താ ചോദിക്കുന്നത്, ഈ അഗസ്ത്യരെ ഒന്ന് കാണാൻ പറ്റുമോ, നിങ്ങളുടെ ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഡൽഹിയിൽ വെച്ചിട്ടാണ് പലപ്പോഴും കാണുന്നത്. ശ്രീകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ കാണുമ്പോൾ തന്നെ ഒന്ന് വണങ്ങണം എന്ന് തോന്നുന്ന ചില വ്യക്തിത്വങ്ങളിൽ, അതിലും ആയുർവേദത്തിലുള്ള വ്യക്തിത്വങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് എല്ലാം ആരോഗ്യവും ദൈവം പ്രദാനം ചെയ്യട്ടെ. അതേപോലെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും സ്ഥാപനത്തിൻ്റെ അതിലൊതുങ്ങാതെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും നന്നായി വരണമെന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന HMAയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ടോഴി വിളിക്കുകയായിരുന്നു ഇതിന് വരണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും എത്തണമെന്നുള്ളതായിരുന്നു. ഇതിൽ വരാൻ പറ്റാത്ത ഗുരുക്കന്മാർ വളരെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ കല്യാണങ്ങൾ അല്ലെ അതും ഒരു വേദമന്ത്രം തന്നെയാണ്. രോചനോ രോചമാന ശോഭമാന കല്യാണ എന്ന് പറഞ്ഞാൽ അത്രയും കല്യാണവും ഭദ്രവും മംഗളവും
ഈ സ്ഥാപനത്തിനും ഇതിൽ നയിക്കുന്നവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ എൻ വി ശ്രീവത്സ്. ഡോക്ടർ എൻ വി ശ്രീവത്സിന് സ്നേഹോപഹാരം സമർപ്പിക്കുന്നു സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ. ഒരായിരം സ്നേഹം സന്തോഷം രേഖപ്പെടുത്തട്ടെ. വൈദ്യ പൂർണിമയെ ധന്യമാക്കിയതിന് കേരളത്തിലെ പ്രശസ്തരായ ആയുർവേദ ഗുരുക്കളാണ് നമ്മോട് സംവദിക്കുന്നത്. സന്തോഷം സാർ, ഒരായിരം സ്നേഹം. Thank you. Next is Mahagata Foundation and Charitable Trust, Nepal, under the guidance of Mahamuni Shrita Mahagata, in association with Iduri Ayurveda Foundation and Charitable Trust, Mayil, is bent on popularizing and frequenting Ayurveda stream of treatment. To convey the Mahamuni's message and good faith in popularizing Ayurveda treatment, Mr. Pavan Ji and Mrs. Sandhya Ji Pavan, the office bearers of the Mahagata Foundation, have blessed us with their presence to bestow the Muni's blessings and warmth. Sirs, may I invite the Honorable Trust representatives to this august dais and bless us. Thank you. ഏറെ സ്നേഹത്തോടെ വൈദ്യ പൂർണിമയുടെ ഈ ധന്യമായ വേദിയിലേക്ക് സ്വാഗതം. നന്ദി ഈ ചേർത്തുപിടിക്കലിന്, ഈ കൂട്ടായ്മയെ വിജയിപ്പിച്ചതിന്. ഒരായിരം സന്തോഷം. Thank you, Dr. Pavan Ji and Mrs. Sandhya Ji Pavan, Mahagata Foundation and Charitable Trust, Nepal. Thank you. And 2 words for Iduri, Mr. Pavan Ji. 2 വാക്ക് സംസാരിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ. Namaste to all the Ayurveda gurus, acharyas, Brahmashri Vaidya Rai, Bhavadasan Nambudri, Kutumbam, all people here. It's a blessing to witness Guru Vandanam. I'm Sandhya, President of Mahagate Foundation, rooted in Rudra Sampradaya, guided by Paramanugrahito Mahamuni Vandaru Srita Mahagata. We fondly call him our Venerable Mahamuni. Venerable Mahamuni is the 70th Mahadibhu of the Rudra Sampradaya of the Mahapashupata Mata. It is his devotion to nurturing a world driven by compassion, care, innovation, and of course, justice. So this is the vision where Mahagate Foundation was formed, and our very important Vibhaga is Ayuri, where we are committed to promote Ayurveda in all the nooks and corners of the world. To have it as an important subject in school, to have many young graduates becoming Ayurveda doctors, and understanding and taking this ancient wisdom and hence having the wellness in everybody's life. We are committed. And with this vision, we are very extremely blessed to collaborate with Iduri, people's first choice here. And it's such a blessing to have met all the gurus here and express my gratitude to the organizers and to have invited us here, and it's an honorable blessing. So Venerable Mahamuni has given a divine message for Dr. Bhavadasan Nambudri. I invite Adhivaha of Mahagate Foundation, Mr. Pavan Valluri, to share that message. Thank you and welcome, and namaskaram to everybody. It's a blessing. I would like to say that I'm seeing all gods here, because God cannot be everywhere. They say they created doctor. For me, you are all equivalent to God, because you save lives, and it's a blessing for me to talk in front of you. Thank you. And I'll just read out the thing which we have given. It's a message from our Venerable Mahamuni.
honoring a life of wisdom and service in honor of Brahmashri Ituri Vaidyar, Dr. I. Bhavadasan Nambudri, on the sacred occasion of Sathabhishekam. A beacon of Rishi Darshana, you have lived the dharma of healing, not merely as a physician, but as a compassionate guide on the path of Arogya that upholds the fourfold pursuits of life, Dharma, Artha, Kama, Moksha. As chairman, chief physician, and mentor of the Ituri Ayurveda Foundation, your life's work has rekindled the sacred fire of Ayurveda in hearts across generations. With the steadfast support of your revered wife and the noble Ituri lineage, a Vaidya Kutumba whose roots go deep into Kerala's dharmic soil, you have seamlessly woven the timeless wisdom of the Veda with the pulse of modern needs. Your profound contributions to Netra Chikitsa, inherited through Ituri Parampara, have restored the gift of sight and dignity to thousands, establishing you as a guardian of one of Ayurveda's most intricate and life-enhancing disciplines. Your excellence in clinical practice, visionary academic leadership, and unwavering commitment to mentoring new generations of Vaidyas have ensured the continuity of authentic Ayurveda. Through community outreach, charitable care, and a life anchored in humility and compassion, you stand today as one of the foremost Ayurveda acharyas of our age. At this auspicious occasion of your Satabhishekam, Mahagate Foundation offers Dandavat Pranam in deepest reverence. Your journey inspires us to stand firm in Dharma, honor our ancestral wisdom, and build a compassionate, sustainable world that embraces the eternal continuity of existence. May your life continue to inspire, guide, bless. Thank you. Thank you very much. Thank you, Mr. Pavanji and Mrs. Sandhya J. Pavan and Mahagata Foundation and Charitable Trust, Nepal. Thank you. ഏറെ സ്നേഹം സന്തോഷം രേഖപ്പെടുത്തട്ടെ. വേദിയിൽ ചിലമ്പൊലി കലാവിദ്യാലയത്തിൻ്റെ ഒരു ആദരം ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരി അവർക്ക് സമർപ്പിക്കുകയാണ്. ഡോക്ടർ പ്രിയങ്കരനായ ചിലമ്പൊലി കലാവിദ്യാലയത്തിൻ്റെ അമരക്കാരൻ രവി നമ്പ്രത്തെയും അധ്യാപകൻ പ്രദീപൻ കവളിയോട്ടിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി സാർ. 1000 സ്നേഹം. വൈദ്യ പൂർണിമയെ ചേർത്ത് പിടിച്ചതിന്, ഈ കൂട്ടായ്മക്ക് താങ്ങായതിന് സന്തോഷം. ഓരോ മുഹൂർത്തങ്ങളും ചരിത്രങ്ങളാണ്. സന്തോഷം രേഖപ്പെടുത്തട്ടെ. ചിലമ്പൊലി കലാവിദ്യാലയത്തിന് 1000 സ്നേഹം രേഖപ്പെടുത്തുന്നു. വേദിയിലെടുത്തതായി ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയുടെ, നമ്മുടെ പ്രിയങ്കരനായ വൈദ്യരുടെ സഹപാഠി ഡോക്ടർ ATV നാരായൺ സാറിനെ വേദിയിൽ ആദരിക്കുന്നു. വൈദ്യരുടെ സഹപാഠി ഡോക്ടർ ATV നാരായൺ സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാര സമർപ്പണത്തിനായി സുബ്രഹ്മണ്യ മാഷെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പഴമയുണ്ട്. ചേർത്ത് പിടിക്കാം ഈ സുഹൃത്തുക്കളെ, ഈ കൂട്ടായ്മയെ. വേദിയിൽ ഡോക്ടർ ATV നാരായണൻ സാറിനെ ആദരിക്കുന്നു. വൈദ്യ പൂർണിമയുടെ സ്നേഹം. ഡോക്ടർ ATV നാരായണന്റെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച ബഹുമാനനായ ഭവദാസൻ നമ്പൂതിരിപ്പാട്, അല്ല, ആയുർവേദത്തിൻ്റെ
ആയുഷിൻ്റെ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠ. ഭേദം എന്ന് പറയുമ്പോൾ നമ്മൾ പരമജ്ഞാനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ആയുർവേദ ശാസ്ത്രം എന്നൊക്കെ കൂട്ടിയെഴുതുന്നതാണ്. പരമജ്ഞാനമാണ് ആയുഷിനെ സംബന്ധിച്ച് പരമജ്ഞാനം അറിയുന്നവനാണ് വൈദ്യൻ. നമ്മളിപ്പോൾ ഡോക്ടർമാരിപ്പം പലതരമായിക്കണ്, പലതരത്തിലാണ്. ഇപ്പോൾ സർവജ്ഞാനത്തിന് നമ്മൾ പഠിച്ചത് ഒരു 30 കൊല്ലത്തെ പരിചയം വേണം. പക്ഷേ ഇപ്പം വേൾഡ് ക്ലാസ്സായിട്ട് ആയുർവേദം മാറ്റിയെടുക്കാൻ കേന്ദ്ര സർക്കാരും വിദേശ രാജ്യങ്ങളിലെ ഏതാണ്ട് 10-25ഓളം രാജ്യങ്ങൾ അതുമായിട്ട് കൈകോർക്കാൻ തയ്യാറായിട്ടുണ്ട്. നമ്മൾ മരുന്നെടുക്കാൻ കരാറായിട്ടുണ്ട് അതെ. അപ്പോൾ 2 രാജ്യങ്ങളും അത് ഒപ്പിട്ട് വാങ്ങിയ ഉടമ്പടി ആയാലേ അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ ഈ ശാസ്ത്രം ഒരു വേൾഡ് ലോകപ്രസിദ്ധമാവും. മാത്രമല്ല ഈ ഇന്ന് നമ്മൾ കാണുന്ന രോഗത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പരമകാഷ്ഠയായ കരൾ, ആ കരൾ രോഗവും കിഡ്നി രോഗമൊക്കെയാണ് ഇപ്പോൾ വല്ലാണ്ട് വർദ്ധിച്ചത്. അതിൻ്റെ കാരണം അന്വേഷിച്ചാൽ ഔഷധ ഉപയോഗത്തിൻ്റെയും കൂടെ ഒരു സ്വാധീനം അതിലുണ്ട്. അതുപോലെ ഞരമ്പ് രോഗികളാവുക, ന്യൂറോസിസ്, അങ്ങനെ വരുന്ന ഒരുപാട് കേസുണ്ട്. അതൊക്കെ ഔഷധത്തിൻ്റെ റിയാക്ഷനായിട്ട് അനുഭവപ്പെട്ട ഒരു വ്യക്തി എൻ്റെ കുടുംബത്തിലുണ്ട്. ആരുമല്ല, എൻ്റെ ശ്രീമതി. ബാംഗ്ലൂരിൽ നിന്നൊരു ചികിത്സേൻ്റെ പരിണാമമായിരുന്നു അത്. അതിരിക്കട്ടെ, ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് തിരുമേനിൻ്റെ ഭവദാസൻ നമ്പൂരി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ജൂനിയർ സ്റ്റുഡൻറ്റും കൂടിയാണ്. അതായത് ഞങ്ങൾ തമ്മിൽ കോളേജിൽ നല്ല പരിചയമാണ്. അപ്പോൾ എന്നെ പഠിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മൾ ചെറിയ വലിയ പാരമ്പര്യമൊന്നുമില്ല, നല്ല അത്രയൊന്നും പണ്ഡിതന്മാരൊന്നും ഇല്ലെങ്കിലും ആയുർവേദത്തെ പറ്റി നല്ലൊരു ജ്ഞാനമുള്ളൊരു പിതാവിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. കാരണം ഞങ്ങൾക്ക് അച്ഛനെ ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ വൈദ്യം ചെയ്തിട്ട് ഞങ്ങളെ പോറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വൈദ്യം ചെയ്യും, പക്ഷേ പ്രമുഖ സ്ഥാനം കാർഷിക ഇതിലൊക്കെ ശ്രദ്ധയായിരുന്നു. അപ്പം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടികളെ വൈദ്യം പഠിപ്പിക്കാൻ നോക്കും. ആയുർവേദ കോളേജിൽ സീറ്റില്ല, 60 സീറ്റേ ഉള്ളൂ. അതിലെല്ലാം റിസർവേഷനൊക്കെ കഴിഞ്ഞാൽ ഗോവിന്ദ ഇല്ല. എന്നിട്ടും ആ ലിസ്റ്റിൽ ഏതാണ്ട് 1900 നമ്പർ റാങ്ക് കിട്ടിയ എൻ്റെ മൂത്ത മകൾക്ക് രക്ഷയില്ല. അതിലൊരു കൃത്രിമം നടത്തി. അന്നത്തെ കോൺട്രാക്റ്റിൽ 30 ഉറുപ്പ്യ കൊടുത്താൽ 5 ഓപ്ഷൻ ചെയ്യാം. ആ ഓപ്ഷനെ ലംഘിച്ചുകൊണ്ട് ഗവൺമെൻറ് വേറെ തീരുമാനമെടുത്തു. ഞാൻ ആ കേസ് ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്തു. അപ്പോൾ പ്രശ്നമായി. അപ്പോൾ ധാരാളം ആൾക്കാർ ഇത് പെട്ടു, എല്ലാവരും പെട്ടു. അപ്പം അന്ന് ബിഷപ്പുമാരും എല്ലാവരും കൂടെ എന്നോട് സഹകരിച്ചു. അന്നത്തെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ പ്രമേയം എന്താ റിക്വസ്റ്റ്, എന്ത് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസ് കോളേജ് കേരളത്തിൽ പാടില്ല. ഞങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എല്ലാം പുറത്ത് കൊണ്ടേ. അന്ന് ഫാർമസിസ്റ്റ് വരെ പഠിക്കണം. ആയുർവേദത്തിലല്ല, മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർ വേണമെങ്കിലും കർണാടകത്തിലോ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും പോകണം. അപ്പോൾ ആ ഒരു പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ തൊടില്ല എന്ന് ശ്രീമാൻ ആൻ്റണീനെ പോയി കാണും. അവർ കൊടുത്ത് അതിന് ശേഷമാണ് ഈ പ്രൈവറ്റ് കോളേജുകൾ വന്നത്. ഇന്നിപ്പം ധാരാളം ആയുർവേദ കോളേജ് അങ്ങനത്തെ അതിൻ്റെ പ്രിൻസിപ്പാളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയുർവേദത്തിനൊരു നല്ലൊരു കാലഘട്ടം വന്നു. അന്ന് ഞാൻ പഠിക്കുമ്പോൾ ഒരു 30 കുട്ടികളുണ്ട്. അത് മുഴുവൻ അത്രയൊന്നുമില്ല. ശുഷ്കമായ അന്തരീക്ഷത്തിൽ അത് കൊട്ടക്കല വൈദ്യശാലയും, പിന്നെ കണ്ണൂരിലെ ഒരു ആയുർവേദ കോളേജ് അടച്ചുപോയി, ഷൊർണൂർ അടച്ചുപോയി. ഒരു 30 കുട്ടിയൊക്കെ തൃപ്പൂണിത്തറയും ഒരു 50 കുട്ടിയൊക്കെ തിരുവനന്തപുരം, അങ്ങനെ സീറ്റൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആയുർവേദം ഒരുപാട് വളർന്നിരിക്കുന്നു. പരമജ്ഞാനികൾ ഇങ്ങനെ തന്നെ പറയണം നമ്മൾ. ദ ലാസ്റ്റ് നോളജ് അൺബീറ്റബിൾ അല്ലെങ്കിൽ അൺക്വസ്റ്റ്യനബിൾ, ചോദ്യം ചെയ്യാൻ പറ്റാത്തത്രയുമുള്ള ഫോർമുലകളാണ് ആയുർവേദത്തിൽ. ഇത് ഈ പ്രായത്തിൽ നിനക്ക് അതിനെപ്പറ്റി അത്ഭുതമാണ്. പറഞ്ഞത് ഒന്നും തിരുത്താനൊന്നുമില്ല. ഇപ്പം മറ്റ് മെഡിസിനുകളിലെല്ലാം തിരുത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. അത് എപ്പോഴാണ് ഈ തിരുത്തൽ അവസാനിക്കുക എന്നുള്ളത് നമുക്കാർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം എപ്പോഴും പരീക്ഷണാവസ്ഥയിലാണ്. അപ്പോൾ ഈ ശാസ്ത്രം കുറച്ചും കൂടെ ഡീപ്പായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ
ഈ രണ്ട് ശാസ്ത്രവും കൂടെ ചേർത്ത് പഠിക്കണമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും പ്രമേഹം. പണ്ട് ഡോക്ടർ വി വി ഗിരി, നമ്മളെ പഴയ പ്രസിഡൻ്റ്, അവരും അങ്ങനെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ പോവുക. ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആയുർവേദം, യുനാനിയും പിന്നെ സിദ്ധ ഇതൊക്കെ ചേർത്ത് മോഡേൺ മെഡിസിനെ ചേർത്ത് പഠിച്ചാൽ ഒരു 5-8 വർഷത്തെ കോഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇപ്പം പറഞ്ഞില്ലേ ഡോക്ടർ, നമ്മൾ ആയുർവേദശാല മാനേജിങ് ട്രസ്റ്റി മാധവൻകുട്ടി പറഞ്ഞില്ലേ, ഒരുപാട് ബ്രാഞ്ചസ് നമുക്ക് തുറക്കാൻ കഴിയും. അത് സ്പെഷ്യലൈസ് ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഹെർബൽ മെഡിസിനിൽ, അതല്ലെങ്കിൽ ബാക്കി രസതന്ത്രത്തിൽ, ഇതൊക്കെ കൊണ്ട് നമുക്ക് വളരെ സുഖമായിട്ട് ചികിത്സിച്ച് രോഗികളെ ശുശ്രൂഷിക്കാനും പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് ഒരു കൈവെള്ളക്കാറ്റ്, ഐ ഭവദാസൻ. വാട്ട് യു മീൻ ഐ ഭവദാസൻ? ഞാൻ നിങ്ങളുടെ ഭൃത്യൻ അല്ലേ, നിങ്ങളുടെ ദാസൻ. എന്ത് നല്ല പേരാണ് അത്. എനിക്ക് അനുഭവിച്ചൊരു മഹാവിഷയനാണ് അദ്ദേഹം. പഠിക്കാൻ ഏതെങ്കിലും പുസ്തകം കിട്ടാണ്ടെന്നാൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ പുസ്തകം, ശരി, അത് അവിടുത്തെ ഉണ്ണികൃഷ്ണനടുത്ത് എടുത്തിട്ട് എനിക്ക് കൊണ്ടുതരും. അത് ഇപ്പോഴും ഞാൻ സൂക്ഷിക്കും. ഞാൻ എൻ്റെ മകനുണ്ട്, എൻ്റെ മകളും പഠിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പം ഭവദാസ് നമ്പൂതിരി എന്ന് പറഞ്ഞാൽ എനിക്ക് മഹാഗുരുവാണ്. കാരണം എങ്ങനെ പെരുമാറണം, എങ്ങനെ എന്താ പറയുക, സൈലൻ്റായിട്ട് പെരുമാറണം എന്നൊക്കെ അദ്ദേഹത്തിന് അത്രയ്ക്കൊന്നും അഭ്യാസം ഇല്ല, എങ്കിലും അദ്ദേഹത്തിന് എൻ്റെ മനസ്സിൽ കാണും പലപ്പോഴും. അന്ന് മുതൽ ഇന്ന് വരെ ഭവദാസൻ തിരുമേനിയോട് ആ മനസ്സിലുള്ള ഇത് നഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പം എനിക്ക് കാലിന് ഒരു വീഴ്ചയിലൊരു ചെറിയ അപകടം പറ്റി. ഇതിൽ പങ്കുചേരാൻ പറ്റൂല എന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ ഒരു സൂചന ഞാൻ ആദ്യം ഒരു ഇൻവിറ്റേഷൻ ഇപ്പോൾ കണ്ടു. പക്ഷേ ഇന്ന് 2 ദിവസമായിട്ട് ആ വേദന കുറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് അത്ഭുതമാണ്. ഇവിടെ വരാൻ വേണ്ടിയിട്ട് ആ വേദന പോയി. അപ്പോൾ അതുപോലെ ഇടുവഴിയും ഐ ഭവദാസും ഉത്തര ചേർച്ചയുള്ളൊരു പേര്. ഈ ഇടുവഴിയിലത്തിൻ്റെ ഒരു വ്യാഖ്യാനം നേരത്തെ മറാർജി പറഞ്ഞപ്പോൾ മനസ്സിലായി. ദാനം ചെയ്യുക, അല്ലെ കൊടുക്കുക, ഷെയർ ചെയ്യുക, എല്ലാം കൂട്ടി വെക്കാതെ മറ്റുള്ളവർക്കും കൂടെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വയം വളരുന്നു. നമ്മൊരുപാട് വൈദ്യശാല ഇപ്പോൾ ഒരുപാട് വളർന്നു. ഞാനൊരു സർക്കാർ സർവീസിലോ മെഡിക്കൽ ഓഫീസറെല്ലായിട്ട് പോയി, പക്ഷേ എനിക്ക് അതിൽ വളർച്ച ചെയ്യാൻ പറ്റില്ല. ഇമാതിരി കുറേ എഴുതിയിട്ട് ആൾക്കാരെ പ്രചോദിപ്പിക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചിരുന്നുള്ളൂ. അപ്പം ഈ ഭവദാസൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ദാസൻ. വാട്ട് എ വണ്ടർഫുൾ നെയിം ഇറ്റ് ഈസ്. അത് അത്ഭുതകരമായൊരു വിദ്യയാണ്. അത് നമുക്കെല്ലാവർക്കും അങ്ങനെയായി. നമ്മൾ ആയുസ്സിൻ്റെ ഈ പരമജ്ഞാനം നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ പരകോടി ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഉദ്യോഗം നമുക്കുണ്ടായെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമാകും. ഇപ്പോൾ കിഡ്നി രക്ഷപ്പെടണമെങ്കിൽ അതിന് യന്ത്രം വേണം, ലിവർ വേണം, ഓപ്പറേഷൻ, സർജറി വളരെ വളരെ കൂടുന്ന ഒരു കാലം. പ്രസവിക്കാൻ പോലും സർജറി വേണമെന്നുള്ള നിലയിലെത്തി. നമ്മുടെ സൂതികാതന്ത്രമൊക്കെ എത്ര നല്ലതാണ്. ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന മഹാജ്ഞാനികളാണ് ഇവിടെയുള്ളത്. ഇതാ വെട്ടിക്കൊണ്ട് പ്രിൻസിപ്പൽ. ഓരോ കോളേജിലും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഓരോ ബ്രാഞ്ചിനെ പറ്റി പഠിച്ച് തീർക്കാൻ ചില സമർത്ഥമായ കുട്ടികൾ ഇപ്പം പഴയ പോലെ അല്ല, നല്ല കുട്ടികളുണ്ട്. പക്ഷേ ഒരു ആങ്സൈറ്റി ഉണ്ട്, നമുക്ക് പെട്ടെന്ന് തൊഴിലും പൈസയും കിട്ടില്ലയോ. അത് മാറുന്ന തരത്തിൽ ഇവരെ ട്രെയിൻ ചെയ്യണം. അങ്ങനെ വരുമ്പം ഈ ശാസ്ത്രം കുറേ കൂടെ നന്നാവും. അപ്പം ഇപ്പം മോഡേൺ മെഡിസിനിലെല്ലാം ഗതി അതാണ്. അപ്പം അത് എവിടെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം വേറെ പലതുമായിരിക്കും. അപ്പം ഞാൻ നീട്ടാൻ എനിക്ക് അധികാരമില്ല. കാരണം ഞാൻ കുറച്ച് ഇവിടെ വന്നെത്തിയപ്പോൾ എനിക്ക് ഈ ഒരു സാധ്യത തന്നതിൽ മിസ്റ്റർ ഉണ്ണികൃഷ്ണനും ഭവദാസ് തിരുമേനിൻ്റെ മക്കളും അവരെന്നെ ഒരുപാട് സഹായിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്നോട് സഹകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നോട് സ്നേഹത്തെ പെരുമാറുന്നുണ്ട്. അപ്പം എന്തെങ്കിലും 2 വാക്ക് പറയുന്നത് പകരം ഒരു ഗുരുവന്ദനം അദ്ദേഹത്തിനെ ഞാൻ സത്യത്തിൽ ഗുരുവായിട്ട് തന്നെ മനസ്സിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ആരാ ഗുരു എന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൽ കുറേ ഗുരുക്കന്മാരെ പറയുന്നില്ലേ, എല്ലാവരും ഗുരുക്കന്മാരാണ്. നമ്മുടെ അടുത്ത് വരുന്ന രോഗികളുടെ അടുത്ത് ഞാൻ ഒരുപാട് പഠിക്കാറുണ്ട്. ഒരുപക്ഷെ പല ആളെ ചികിത്സിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത് ശാസ്ത്രം. ഇങ്ങനെ പലതുമുണ്ട്. ഇപ്പം ക്ഷമയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, അർപ്പണ ബുദ്ധി ഉണ്ടെങ്കിൽ ആയുർവേദം പോലെ ഇത്രയും മഹനീയമായ ഒരു പരമജ്ഞാനം ലോകത്ത് എവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കും. ഇന്ന് രാവിലെയും കൂടെ ആരോടെ പറഞ്ഞു, ആറ്റം ബ്രഹ്മസ്മൃതു.
ഞാൻ വിചാരിച്ചത് ഈ ബ്രഹ്മ ഒരാൾ ഇങ്ങനെയാണ് അല്ല. അവസാനം നോക്കുമ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരാറ്റമാണ്. ഈ ആറ്റത്തിൽ നിന്ന് കൺസ്ട്രക്റ്റീവായിട്ട് കൊണ്ടുവന്ന ഒരു നോളജ്, അറിവാണ് ആയുർവേദം. ഞാൻ അങ്ങനെ സങ്കല്പിച്ചപ്പോഴും അതിൽ ആരെങ്കിലും അത് എതിർത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ തരക്കേടില്ല എന്ന് വിചാരിക്കുക. എത്രയും സൂക്ഷ്മമായ ഒരു കണത്തിനെയാണ് ബ്രഹ്മം എന്ന് പഠിക്കുന്നതാണ്. അതിൻ്റെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബാക്കിയേ ഉള്ളൂ ലോകത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ ധരിച്ചു വെച്ചത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ചുരുക്കിയൊരു വാക്ക് പറഞ്ഞു കിട്ടിയാൽ ഞാൻ ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കും. അധികം നീട്ടാൻ എനിക്ക് അധികാരമില്ല. സന്തോഷം, എല്ലാവരോടും നന്ദി. ഈ പരമാചാര്യൻ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ ആചാര്യപദം സ്വീകരിച്ച ബഹുമാന്യനായ ഈ ടൂഴി ഭവദാസൻ അവരുടെ പാദനമസ്കാരം ചെയ്യാനെത്തിയ ഞാൻ ഇപ്പോൾ എന്നാ ആദരിക്കണമെന്നോ പറയും, അതും ഒരു കേവലം ഒരു സാന്ദർഭികമായ ആദരവാണ്. അതിനെയും ഞാൻ നമസ്കരിക്കുന്നു. താങ്ക് യു. എല്ലാവരോടും നന്ദി. താങ്ക് യു ഡോക്ടർ ATV നാരായണൻ. ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവുമാണ് നടക്കുന്നത്. ഡോക്ടർ PMS രവീന്ദ്രനാഥ്, പാലക്കാട് ജില്ലയിൽ പൂന്തോട്ടം ആയുർവേദ ആശ്രമത്തിൻ്റെ സ്ഥാപകനും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ PMS രവീന്ദ്രനാഥ് രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠത്തിൻ്റെ കീഴിൽ കായ ചികിത്സാ വിഭാഗം ഗുരുവാണ്. സ്വാഗതം. വേദിയിലെ വൈദ്യശ്രേഷ്ഠന്മാരെ, സദസ്സിലെ നല്ലവരായ നാട്ടുകാരെ, വൈദ്യസമൂഹോ നിസ്സംശയകരാണം എന്ന ചരകവാക്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഇടൂഴി കുടുംബത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഇന്നിവിടെ ശതാഭിഷക്തനാകുന്ന ഡോക്ടർ ഭവദാസൻ നമ്പൂതിരിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി യാചിക്കുന്നു. ഇത്രയും നമുക്കതിൽ ചെയ്യാനുള്ളൂ. ഈ ജനങ്ങളുടെ, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് ആ ജനങ്ങളുടെ ആദരം കിട്ടുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും പ്രധാനമായ സന്തോഷം. ആ ഒരു കാര്യം ഈ ഭവദാസൻ നമ്പൂതിരിക്ക് കിട്ടുന്ന എത്രയോ കാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രമാണം തന്നെയാണത്. അത് തുടർന്നും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് എനിക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനെ അറിയാം. എനിക്ക് തോന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉത്സാഹം തന്നെയാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു വ്യക്തിക്ക് ജീവിതത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് ആ ഉത്സാഹം എന്നുള്ളത്. അത് അദ്ദേഹത്തിന് വേണ്ടിടത്തോളം ഉണ്ട്. അത് അതേപോലെ തന്നെ അടുത്ത തലമുറയിലേക്ക് പകർന്ന് നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ഡോക്ടർ ഉണ്ണികൃഷ്ണൻ്റെയും അനുജൻ്റെയും കാര്യത്തിൽ കാണുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള ആ പ്രതിബദ്ധത, ഇതം നമമ എന്ന ആ ഒരു ഭാവത്തിലുള്ള ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഹോം കെയർ സർവീസിൻ്റെ ആ ഒരു കാര്യം കൂടി പറഞ്ഞു. ആ ഇതം നമമ ആ ഒരു എന്താ പറയുക, പേരിൽ തന്നെ ആ ഒരു സർവീസിൻ്റെ ഭാവം കംപ്ലീറ്റ് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഇങ്ങനെയൊരു അവസരം വന്നതിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഗുരു ശിഷ്യ പദ്ധതിയെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ നമ്മളുടെ ജ്ഞാനം നിലനിന്ന് വന്നത്, വൈദിക കാലം മുതൽക്ക് തന്നെ നിലനിന്നത് വന്നത് ഈ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ തന്നെയാണ്. അത് ഇനിയും വളർത്തുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും സന്തോഷകരമായ കാര്യം.
ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു മന്ത്രത്തോടു കൂടിയിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓം ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമു വസന്താൻ ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി ശതായുഷാ ഹവിഷേവം പുനർദു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഡോക്ടർ PMS രവീന്ദ്രനാഥ്. ഡോക്ടർ PMS രവീന്ദ്രനാഥിന് സ്നേഹത്തോടെ ഉപഹാരം സമർപ്പിക്കുന്നു സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ. കേരളത്തിൻ്റെ പ്രിയങ്കരനായ ആയുർവേദ ഗുരു ഡോക്ടർ PMS രവീന്ദ്രനാഥ് അവർക്ക് വൈദ്യപൂർണിമയുടെ സ്നേഹം, സന്തോഷം, 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ചേർത്ത് നിർത്തിയതിന്, കൂട്ടായ്മയുടെ ഭാഗമായതിന് സന്തോഷം. ആയുർവേദ ഗുരു സംഗമവും ഗുരുവന്ദനവും തുടരുന്നു. ഡോക്ടർ TS കൃഷ്ണകുമാർ, ശാന്തിനികേതൻ ആയുർവേദ കേന്ദ്രത്തിന്റെ സ്ഥാപകനും CRAV കായ ചികിത്സാ വിഭാഗം ഗുരുവുമായ ഡോക്ടർ TS കൃഷ്ണകുമാർ ആയുർവേദ രംഗത്ത് വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. സ്വാഗതം ഡോക്ടർ TS കൃഷ്ണകുമാർ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആശംസകളൊക്കെ പറയാൻ പാകത്തിനുള്ള ഗുരുത്വം മുഴുവൻ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ കുട്ടി ഗുരുവാണെന്നാണ് എൻ്റെ ചെറിയ ഗുരുക്കളാണ്. അദ്ദേഹം മഹാഗുരുവാണ്. ഒരു വിഷയത്തിൽ 1000 ചന്ദ്രന്മാരിൽ ജീവിച്ചാൽ, ഒരു വിഷയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, ഏത് വിഷയത്തിലായാലും 1000 ചന്ദ്രന്മാരിൽ കണ്ടാൽ തന്നെ അദ്ദേഹം പരമഗുരുവായി എന്നാണ് യോഗതന്ത്രശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഒരു 1000 പൂർണ്ണചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞ് ഏത് വ്യക്തിയും ഏത് വിഷയത്തിലാണോ 1000 ചന്ദ്രനെ കണ്ടുകൊണ്ട് വിഷയത്തിൽ വ്യാപരിക്കുന്നത്, അയാൾ ആ വിഷയത്തിലെ വിസ്ഡം കിട്ടിയ തൻ്റെ ഇടമുള്ള ഗുരുവായി മാറുന്നതാണ്. അതിൽ പ്രത്യേകതയായിട്ട് ആയുർവേദത്തിന് പറയാനുള്ളത്, സാത്വികമായിരിക്കുന്ന വിഷയമായിരിക്കുന്ന ആയുർവേദം, യോഗശാസ്ത്രം അല്ലെങ്കിൽ തന്ത്രശാസ്ത്രം, അസ്ട്രോളജി, ഇതേപോലത്തെ വിഷയങ്ങളിലാണ് വ്യാപരിക്കുന്നതെങ്കിൽ ആ വിഷയം തന്നെ സാത്വികമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉയർന്ന ഗുരുവായി മാറുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ 84 വയസ്സാണെങ്കിലും 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിൻ്റെ ആ ഒരു ജീവിച്ചതിൻ്റെ, സാത്വികമായി ജീവിച്ചതിൻ്റെ തന്നെ ആ ഒരു ഗൗരവം, ഗുരുത്വം അദ്ദേഹത്തിനുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വളരെ കുറച്ചു കാലത്തെ പരിചയമുള്ളെങ്കിൽ പോലും വളരെ അടുത്ത് ഈ RIV, ഈ രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠത്തിൻ്റെ ഗുരുവായിട്ട് ഞാൻ ഇത് ചെയ്ത സമയത്തുള്ള അദ്ദേഹത്തിനായിട്ടുള്ള സഹവാസം കൊണ്ടിട്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ തരത്തിൽ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ഗുരുത്വവും ഗുരു പരമ്പരകളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. ഉണ്ട്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരും വളരെ അധികം എന്താ പറയുക, ഉത്സാഹമതികളാണെന്നുള്ള സംശയമൊന്നുമില്ല. കാരണം എവിടെ ചെന്നാലും അവർ ഈ ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥയിൽ ഇവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആ പാരമ്പര്യം, ആ ഗുരുത്വത്തിൻ്റെ പാരമ്പര്യം അവരിലേക്കും പ്രവഹിച്ച് തുടങ്ങി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു. നമസ്കാരം, നന്ദി. താങ്ക് യു ഡോക്ടർ TS കൃഷ്ണകുമാർ. ഡോക്ടർ TS കൃഷ്ണകുമാറിന് സ്നേഹത്തോടെ ഉപഹാരം സമർപ്പിക്കുന്നു സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ. വൈദ്യപൂർണിമയെ ധന്യമാക്കിയതിന് അങ്ങയോടുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ പ്രമുഖ ആയുർവേദ ഗുരു സംഗമം വേദിയിൽ തുടരുകയാണ്. 1000 സന്തോഷം രേഖപ്പെടുത്തുന്നു. ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രധാനപ്പെട്ട ചില ആയുർവേദ ഗുരുക്കൾക്ക് ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല. അവരുടെ ആശംസ വീഡിയോ
ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. അതിലേക്കായി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ശ്രീ ഭവദാസൻ നമ്പൂതിരി ഒക്ടോബർ 2 of our time has contributed extensively to the area of Ayurveda Catholics based on Ayurveda. It is a unique area of Ayurveda where very few isolated guidance are available on this excellence of Catholics and Sri Bhagavatam family tradition is one of the foremost among them. I am extremely happy. ഡോക്ടർ എൻ നാരായണൻ നമ്പൂതിരി അവർ ആശംസ വീഡിയോ വേദിയിൽ. മലബാർ മേഖലയിൽ ആയുർവേദത്തിൻ്റെ പ്രസക്തി പ്രചാരത്തിലാക്കി തീർക്കുന്നതിന് വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തിയ ഒരു മഹത് വ്യക്തിയാണ് ശ്രീ ഭാവദാസൻ. എനിക്ക് അദ്ദേഹം ഒരു ഗുരുവാണ്, ഗുരുവില്ലാതെ ഇത് തന്നെയാണ്. എപ്പോഴും ഒരു സൗമ്യമായ ഒരു മുഖം, എന്ത് ചോദിച്ചാലും വളരെ സ്നേഹത്തോടുകൂടി മാത്രം ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ. പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തന്നെ ഡൽഹിയിൽ ആരോഗ്യയുടെ വാർഷികമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ മാത്രമാണ് എപ്പോഴും അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത്. 84ാം പിറന്നാൾ അവസരത്തിൽ എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം. അദ്ദേഹത്തിന് എല്ലാവരും ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മനോജ് നസ്രയുടെ ആശംസാ വീഡിയോ. Namaste. I'm happy to understand that the senior Vaidya Shri Bhagavasan Nambutri, he has turned 84 and his birthday is celebrated for his achievements and his devotion and dedication to the science. I know Shri Bhagavasan Nambutri for quite some time, and he is the guru for the Practice Vidyapith, and he has very dedicated his life for the Ayurveda. He is master especially in the ophthalmology of Ayurveda and the Chalakya, that is the lateral road, and he has cured many patients with lateral road because of his effective treatment. And he also has served the community either at the school level or at the various level. He has also offered his services to the naval command in Kerala, and because of that, many officers in Navy have benefited. Because of these various initiatives taken by him and dedicated to Ayurveda, the Government of India, Mr. Ayush, has acknowledged his services by bestowing him the National Mantri Ayurveda Award, which is the highest award of the Minister of Ayush. I am sure that his services will be acknowledged worldwide. He has been giving training to many students and is passing his knowledge to the next generation to carry forward a legacy. And I pray to God that he may live a long life and healthy life, so that he can continue his service to the nation and service to the country for another 100 years. So I am really thankful, and let Ayurveda be blessed with the blessing of Shri Guru. Thank you. സ്നേഹം 1000 സന്തോഷം രേഖപ്പെടുത്തുന്നു. വേദിയിൽ KK കുഞ്ഞനന്ദൻ നമ്പ്യാർ സ്മാരക പബ്ലിക് ലൈബ്രറി ആൻഡ് CRC മയിലിൻ്റെ ഒരു സ്നേഹോപഹാരം വേദിയിൽ നൽകുകയാണ്. മയിൽ CRCയുടെ ദീർഘകാല ഭാരവാഹിയായിരുന്നു വൈദ്യർ. അതോടൊപ്പം തന്നെ നാടിൻ്റെ
സാംസ്കാരിക പ്രവർത്തനത്തിനും കലാ പ്രവർത്തനങ്ങൾക്കും ഒരു വേദി വേണം എന്ന തിരിച്ചറിവ് ഇടൂഴിയില്ലം മയിൽ CRCയുടെ സ്ഥലം സംഭാവന ചെയ്തുകൊണ്ട് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ്. ഈ ചേർത്ത് പിടിക്കൽ ഒരു നാടിൻ്റെ സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടി. നിരവധി സാംസ്കാരിക പ്രവർത്തകരാണ് CRCയിലൂടെ വളർന്നു വന്നത്. 1000 സ്നേഹം KK കുഞ്ഞനന്ദൻ നമ്പ്യാർ സ്മാരക പബ്ലിക് ലൈബ്രറി CRCയുടെ പ്രവർത്തകർക്ക് ഈ കൂട്ടായ്മയെ വിജയിപ്പിച്ചതിന് വൈദ്യ പൂർണ്ണിമയുടെ സന്തോഷം രേഖപ്പെടുത്തട്ടെ.